വിവിധ ക്രിസ്ത്യൻ സഭകളുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ റാലി നടക്കുന്നു. രാജ്യത്ത് ക്രിസ്ത്യൻ വിഭാഗത്തിന് നേരെ നടക്കുന്ന അതിക്രൂരമായ ആക്രമണങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ടാണ് റാലി ആരംഭിച്ചിരിക്കുന്നത്. സജു തോമസ് ചേരുന്നു. സജു, റാലിയുടെ വിശദാംശം. വിവിധ സഭകളുടെ ആഭിമുഖ്യത്തിൽ എക്യുമെനിക്കൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വലിയ തോതിലുള്ള ഒരു റാലിയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 8 സഭകളാണ് ഈ റാലിയിൽ പങ്കെടുക്കുന്നത്. ക്രിസ്മസ് റാലിയാണ്, ക്രിസ്മസിന്റെ സന്ദേശം വിളിച്ചോതുന്ന റാലിയാണ്. ഏകദേശം 8 സഭകളിൽ നിന്ന് ഏകദേശം 500-ലധികം ആൾക്കാരാണ് ഈ റാലിയിൽ പങ്കെടുക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ ക്രിസ്മസിന്റെ സമയങ്ങളിൽ പോലും വലിയ തോതിലുള്ള ആക്രമണങ്ങളാണ് ഉണ്ടായത്. ഈ ആക്രമണങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ക്രിസ്ത്യൻ സഭകളും പ്രത്യേകിച്ച് CBC അടക്കമുള്ള സംഘടനകളും വലിയ തോതിൽ ഉയർത്തിയിരുന്നു. അതിന്റെ ആഭിമുഖ്യത്തിൽ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധ റാലി എന്ന രീതിയിൽ വിവിധ സഭകളെ ഒത്തിണങ്ങിക്കൊണ്ടുള്ള ഒരു റാലിയിലേക്ക് എത്തിയിരിക്കുന്നത്. ക്രിസ്മസിന്റെ സന്ദേശം, സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും സന്ദേശം അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണെന്നാണ് ഈ റാലിയുടെ ഉദ്ദേശമെന്നാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ നമ്മോട് പറയുന്നത്. എക്യുമെനിക്കൽ പ്രസ്ഥാനങ്ങളുടെയൊക്കെയും ചേർന്ന് നിന്നുകൊണ്ട് വലിയ തോതിൽ ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം. നമുക്ക് ഈ അച്ഛന്മാരോട് തന്നെ ചോദിക്കാം, ഈ റാലിയുടെ ഉദ്ദേശം എന്താണ്? ഈ റാലിയുടെ ഉദ്ദേശം എന്താണ്? ബേസിക്കലി ഞങ്ങൾ ഒരു സമത്വം കാണിക്കണം, എല്ലാവരെയും ഒരേപോലെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശമായിട്ടാണ് യേശു വന്നത്. അപ്പോൾ ആ ഒരു സന്ദേശം കാണിക്കണമെന്ന് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം അത് വലിയൊരു ഭീഷണിയായിട്ട് ഇപ്പോഴും തുടരുന്നുണ്ട്. അതിപ്പം ഒരു തരത്തിലുള്ള പറയുമ്പോൾ ഇന്ത്യ ഒരു മതേതരത്വ രാഷ്ട്രമാണ്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ എല്ലാ മതങ്ങൾക്കും അവരുടെ മതവികാരമനുസരിച്ച് ജീവിക്കാനും മതത്തിനെ പ്രചരണം ചെയ്യിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ നമ്മുടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒത്തിരി ഇതിലുള്ള ക്രിസ്ത്യാനികളോട് ഒത്തിരി തരത്തിലുള്ള ഒത്തിരി ആക്രമണങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അത് ശരിയല്ല. കാര്യം ഭാരതം ഒരു ഡെമോക്രാറ്റിക് രാഷ്ട്രീയമായതുകൊണ്ട് എല്ലാവരെയും ഒരേ രീതിയിൽ കണ്ട് ഒരേ രീതിയിൽ സമന്മാരായിട്ട് നമ്മൾ അംഗീകരിക്കണം, അതിനനുസരിച്ച് പ്രവർത്തിക്കണം. അതാണ് ഇമ്പോർട്ടൻറ്റ്. അതായത് ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന ആ അവകാശം, മതപരമായിട്ടുള്ള അവകാശം, അത് മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യയിൽ ജീവിക്കാൻ എല്ലാ മതങ്ങൾക്കും തുല്യ അവകാശമുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ട്. നമുക്കറിയാം, നൂറുകണക്കിന് ആൾക്കാരാണ് ഡൽഹിയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തിയിരിക്കുന്ന നൂറുകണക്കിന് ആൾക്കാരാണ് ഈ റാലിയിൽ പങ്കെടുക്കുന്നത്. പ്രത്യേകിച്ച് 8 സഭകളിൽ നിന്നുള്ള വിവിധ ഈ ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് ഈ ഒരു ക്രിസ്മസ് സന്ദേശ റാലിയുമായി എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഡൽഹിയുടെ അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ കൃത്യമായിട്ട് ഒരു സന്ദേശം നൽകുക എന്നുള്ള ഉദ്ദേശം കൂടിയാണ് ഈ ക്രിസ്മസ് റാലിക്കുള്ളത്. കഴിഞ്ഞ കുറച്ചു നാളുകളായിട്ട് ഈ ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങളോടൊപ്പം തന്നെ വൈദികർക്കെതിരെയും കന്യാസ്ത്രീകൾക്കെതിരെയും അതോടൊപ്പം പള്ളികൾ പോലും കയറി ആക്രമിക്കുന്ന ബജറംഗ് പ്രവർത്തകരുടെ ആക്രമണങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളൊക്കെയും നിലനിൽക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഡൽഹിയിൽ തന്നെ രാജ്യ തലസ്ഥാനത്ത് തന്നെ എക്യുമെനിക്കൽ വിഭാഗവുമായി അല്ലെങ്കിൽ 8 സഭകളെ കോർത്തിണങ്ങിക്കൊണ്ടുള്ള വലിയൊരു ക്രിസ്മസ് സന്ദേശ റാലിയുമായിട്ട് ഡൽഹിയിൽ വിവിധ സഭകൾ ഒത്തുചേർന്നുള്ള ഒരു ക്രിസ്മസ് സന്ദേശ റാലി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ശരി സജു.